ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ജിതിൻ, ഇതെൻ്റെ വൈഫാണ്. വൈഫിൻ്റെ പേര് റിൻസി എന്നാണ്. ഞങ്ങൾ നിരണം സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാസം 6-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ വിഷയം എൻ്റെ വൈഫിൻ്റെ ഒരു രോഗസൗഖ്യത്തിൻ്റെ കാര്യമായിരുന്നു. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ ആ രോഗസൗഖ്യം കിട്ടി. അതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞൊരു 10 മാസം മുന്നേ എൻ്റെ വൈഫിൻ്റെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ അവിടെ ചെറിയ തടുപ്പ് പോലെ കാണപ്പെട്ടു. ആ സമയത്ത് എൻ്റെ വൈഫ് ക്യാരിങ് ആയിരുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള ഇതിലിരുന്നു. പക്ഷേ ഡെലിവറിയുടെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോഴത്തേന് അതിന് സൈസ് ചെറുതായിട്ടൊരു മാറ്റം വന്നു. ആ മുഴ ചെറുതായിട്ട് വലുതായി. അങ്ങനെ ഈ മാർച്ച് 6-ാം തീയതി ഡെലിവറി കഴിഞ്ഞു. ദൈവം നമ്മളെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ മാർച്ച് 8-ാം തീയതി സർജറി ചെയ്ത് ആ മുഴ ഞങ്ങൾ റിമൂവ് ചെയ്തു. പക്ഷെ അത് ബയോപ്സി കഴിച്ച റിസൾട്ട് വന്നപ്പോൾ അതിൽ ക്യാൻസറായിട്ടുള്ള കണ്ടൻ്റ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു ഓൺകോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞത് ഇതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, കീമോ ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും പെറ്റ് CT എന്ന് പറഞ്ഞൊരു സ്കാനുണ്ട്. ആ സ്കാൻ ചെയ്ത് എത്രത്തോളം നിൻ്റെ മകളുടെ ശരീരത്തിൽ ഇത് സ്പ്രെഡായിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വേണമെന്ന് സ്ഥിരീകരിക്കാനെന്ന് പറഞ്ഞു. പക്ഷേ ആ പെറ്റ് സ്കാൻ എടുക്കാൻ പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ മാതാവ് പറഞ്ഞതിൻ്റെ ബേസിൽ ഞങ്ങളിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. മാർച്ച് 6-ാം തീയതി, ഏപ്രിൽ 6-ാം തീയതി അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് തന്നെ ഞാൻ ഇതാണ് എഴുതിയിരുന്നത്. അങ്ങനെ അന്ന് ഉടമ്പടി എടുത്ത അച്ഛൻ പറഞ്ഞായിരുന്നു, മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ള മാതാവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷയം പ്രത്യേകമായി വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് അന്ന് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. അത് വൈഫിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം സർജറി കഴിഞ്ഞ് വൈഫിൻ്റെ ബോഡിയിൽ ഒരു ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഡ്രെയിൻ എടുത്തിട്ട് ഈ സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വൈഫിനെയും കൂട്ടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് സ്കാന് പോയത്. അപ്പോൾ ഈ സ്കാന് പോകുന്ന സമയത്തെല്ലാം എനിക്ക് ഇവിടുന്ന് കിട്ടിയ ആ കാശ് രൂപ ഞാൻ വൈഫിൻ്റെ കൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. ആ ഉടമ്പടി തൈലം വെച്ച് ഞാനും എൻ്റെ വൈഫും സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ തൈലവും ഉപ്പും എല്ലാം എൻ്റെ വൈഫിന് കൊടുക്കുമായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കാൻ ഞങ്ങൾ വ്യാഴാഴ്ച ചെയ്തു. ഈ തിങ്കളാഴ്ച റിസൾട്ട് വന്നു. അപ്പോൾ കീമോ ചെയ്യണമെന്ന് പറഞ്ഞു അതേ ഡോക്ടർ തന്നെ ആ സ്കാനിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ മകളുടെ ശരീരത്തിൽ ഇതെങ്ങ് സ്പ്രെഡായിട്ടില്ല, ക്യാൻസറിനായിട്ടുള്ള ഒരു അംശം പോലും നിൻ്റെ ബോഡിയിൽ കാണുന്നില്ല, അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ടാന്ന് കീമോ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ പറയിടയായി. അപ്പോൾ എൻ്റെ മാതാവ് വലിയ സൗഖ്യമാണ് എൻ്റെ വൈഫിന് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം ഈ കഴിഞ്ഞ 6-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. കാരണം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാതാവ് വലിയൊരു അതിശയമാണ് എൻ്റെ വൈഫിന് കൊടുത്തിരിക്കുന്നത്, വലിയ സൗഖ്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സാക്ഷ്യം ഞാൻ പറയാവുന്ന ഞാൻ അന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചതാണ്. എൻ്റെ മാതാവ് എന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഇടയാക്കണമെന്ന്. ഒരാഴ്ച സമയത്തിനുള്ളിൽ തന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഇട കിട്ടി.